ഹായ് ഹലോ, നമ്മൾ ഊട്ടിയിലെത്തിയിട്ടുള്ള നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഇത്. രാവിലെ ഒരു 8 മണി 8:30 ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. നമ്മൾ സ്റ്റേ ചെയ്ത് അവർ തന്നെയായിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഈ സ്റ്റേ അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത്തവണ വന്നപ്പോഴും നമ്മൾ ഇവരെ തന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഓൾറെഡി ബുക്കായി പോയതുകൊണ്ട് നമുക്ക് ഇത് കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അവർ തന്നെയാണ് നമുക്ക് വേറൊരു സ്റ്റേ അറേഞ്ച് ചെയ്ത് തന്നത്. പക്ഷേ ആ അക്കോമഡേഷൻ അത്രയ്ക്കങ്ങ് സുഖം ഉണ്ടായിരുന്നില്ല, റൂമൊന്നും അത്രയ്ക്കങ്ങ് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത്തവണ വന്നപ്പോൾ ഇവിടെ മഴയായിരുന്നു കേട്ടോ. രാത്രിയിലൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ലാസ്റ്റ് ടൈം വന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ തണുപ്പ് കുറച്ച് കുറവായിട്ടായിരുന്നു കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും അവരിതാ നല്ല ചൂട് ഇഡലിയും സാമ്പാർ, ചട്നി, പിന്നെ വടയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഫുഡ് അടിപൊളിയാട്ടോ. എസ്പെഷ്യലി ആ വട, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ നാട്ടിലും കഴിക്കുന്ന വടയല്ല. അങ്ങനെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പുറകിലേക്ക് പോയി നോക്കിയപ്പോൾ ഇതാട്ടോ അവിടുത്തെ വ്യൂ. എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്? പിന്നെ കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് കർണാടക ഗാർഡനിലേക്കാണ്. നമ്മൾ സ്റ്റേ ചെയ്തതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ കർണാടക ഗാർഡൻ. ഇവിടെ ഒരാൾക്ക് 100 രൂപയാണ് എൻട്രൻസ് ഫീ ആയിട്ടുള്ളത്. 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് നഷ്ടമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ തവണ വന്നതിനേക്കാളും കുറേ മാറ്റങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവർ കുറേ അഡീഷണൽ ആയിട്ട് ഇവർ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരുടെ അറേഞ്ച്മെൻറ്റ് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഇവർ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ സമയം എടുക്കും കേട്ടോ. ഒരു പെട്ടെന്ന് കയറി പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. ഏകദേശം ഞങ്ങൾ തന്നെ ഒരു 2 hours അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നോക്കിയേ, എന്ത് ഭംഗിയായിട്ട് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നല്ലേ. നമ്മളിത് ഓൾറെഡി കണ്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഇത് ഞങ്ങളുടെ 3rd ടൈമാണെന്ന് തോന്നുന്നു. പിന്നെ ഇത്തവണ ഊട്ടി സെലക്ട് ചെയ്യാനുള്ള ഒരേ ഒരു റീസൺ അച്ഛനും അമ്മയും കേട്ടോ. ഇവർ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇവരെയും കൂടി കൊണ്ടുവരണം എന്നുള്ളത്. അതുകൊണ്ടാട്ടോ നമ്മൾ ഇത്തവണ ഊട്ടിയിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിങ്ങനെ പോകുന്ന എടുക്കുന്നതൊക്കെ കാണുമ്പോൾ അവർക്ക് ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും കേട്ടോ. ഒരു തവണയെങ്കിലും അത് അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഞങ്ങൾ എല്ലാ തവണയും വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ലീവിന് വന്നപ്പോൾ ഇങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയനാട് പോകണമെന്ന്. നമ്മൾ വയനാട് കൂട്ടി പോയിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഇവർ രണ്ടാളെയും കൂടി കൂട്ടിയിട്ട് എവിടെയെങ്കിലും പോകണം എന്നുള്ളത്. അങ്ങനെ അവർ തന്നെ പറഞ്ഞ സ്ഥലം കേട്ടോ ഊട്ടി. നമ്മളിപ്പോൾ ഗാർഡൻ മൊത്തം ചുറ്റി കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലേക്കാണ്. അത് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.